friends, welcome back to Flying Frickies. It's me Reshma. ഇന്ന് ഞാനൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂവും ഒരു പർച്ചേസും കൂടെയാണ്. ഇവരാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഒച്ച വെക്കുന്ന ആൾക്കാര്. നല്ല ഒച്ചപ്പാടാണ്. ഇവിടെ ഇഷ്ടംപോലെ കൊണിയൂസ് ഉണ്ട്. അതിലൊരാളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ ഒച്ചയാണ് ഇവിടെ കേൾക്കുന്നത്. ഇന്ന് എന്റെ കൂടെ ഷൂട്ടിന് വന്നിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും വയലന്റ് ആകാം. സോ ഞാൻ കുറച്ച് പേർപ്പിളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതും പേർപ്പിൾ സ്റ്റോറിൽ നിന്നാണ്. നേരത്തെ സ്റ്റോറിൽ പോയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊച്ചിയിൽ ഇപ്പം 3-4 സ്റ്റോർസ് അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ കലൂരുണ്ട്, പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മെറൈൻ ഡ്രൈവിലും പിന്നെ MG റോഡിലുമാണ്. ഞാൻ കലൂർ പോയപ്പോൾ കുറെ അവൈലബിലിറ്റി കുറവായിരുന്നു. സോ ഞാൻ പോയത് പിന്നെ മെറൈൻ ഡ്രൈവിലേക്കാണ്. സോ അവിടുന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിരുന്നു. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ ഇടാൻ കരുതി. ഓൾമോസ്റ്റ് എല്ലാവരും മേടിക്കാറുള്ള പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ്. വേറെ ഒന്നുമില്ല, ഫൗണ്ടേഷൻ ക്രീമും നമ്മുടെ എൻവൈബിന്റെ സ്ട്രോപ്പ് ക്രീമും ഒക്കെയാണ്. സോ ഞാൻ ഫസ്റ്റ് പ്രൊഡക്ട്സ് പറയാം എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്നുള്ളത്. ഞാനിത് മേടിച്ചേക്കുന്നത് ബീട്രൂട്ടിന്റെ ആൽപ്സ് ഗുഡ്നെസിന്റെ ഒരു ബീട്രൂട്ട് പൗഡർ ആണ്. ഇത് ആക്ച്വലി നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഹെയറിലും യൂസ് ചെയ്യാം. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെന്നയുടെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചിരിക്കുന്നത്. പിന്നെ മേടിച്ചിരിക്കുന്നത് ഫേഷ്യൽ ഹെയർ കിറ്റ്സ് ആണ്. അതായത് ഒരെണ്ണം കോംബോ ആണ് മേടിച്ചിരിക്കുന്നത്. അതായത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എനിക്ക് നല്ല വർത്ത് ആയിട്ട് തോന്നിയൊരു സംഭവമാണിത്. സോ ഞാൻ അത് മേടിച്ചിരിക്കുന്നത്. റേസേഴ്സ് ആണ്, ചെറുതും വലുതും. ജസ്റ്റ് ഇതിന്റെ മാത്രം കാണിച്ചത്. ഇത് വലിയൊരു പാക്കാണ്. ഫേഷ്യൽ റേസർ മാത്രമാണിത്. 4 എണ്ണം വരുന്നുണ്ട് ഒരു പാക്കില്. സോ ഇതാണ് റേസേഴ്സ് വരുന്നത്. ഇത് ഫേഷ്യൽ ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് വന്നിട്ട് ചെറിയ ബ്ലേഡ്സ് ആണ് വരുന്നത്. നമുക്കിത് ആക്ച്വലി ഒരു 3 ടൈംസ് യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ യൂസ് ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ ബ്ലേഡ്സ്. ഇതും അതേപോലെ തന്നെ വലിയ അത്ര ഷാർപ്പനൊന്നുമല്ല, നമ്മളുടെ ഫേസ് ഒന്നും മുറിയത്തൊന്നുമില്ല. സോ നമുക്ക് ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ മൈന്യൂട്ടായിട്ട് ഹെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിന്റെ റേറ്റ് വന്നിട്ട് 199 ആണ്. എനിക്ക് ആക്ച്വലി ഓഫറിലാട്ടോ കിട്ടിയത്. ആക്ച്വലി എനിക്ക് അവിടുന്ന് ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു, ഒരു വൗച്ചർ ഉണ്ടായി. സോ ഞാൻ അത് വെച്ചിട്ടാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൈക്ക് ഓൺലൈൻ മേടിക്കുന്നതിനെക്കാട്ടി അത്രയും വലിയ ഇത് വരത്തില്ല, ഓഫേഴ്സ് വരില്ല. അതിനെക്കാട്ട് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. നമുക്ക് എനിക്കൊന്നു ഓൺലൈനിലാവുമ്പോൾ കുറച്ചും കൂടി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്ത് ഇപ്പൊ പർച്ചേസ് ചെയ്യുന്ന റേറ്റ് തമ്മിൽ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫേഷ്യൽ റേസർ ആണെന്നോ. ഇത് വന്നിട്ട് 4 സെറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇത് വന്നിട്ട് 214 ആണ് അതിന്റെ റേറ്റ്. പിന്നെ ആൽപ്സ് ഗുഡ്നെസിന്റെ ഞാൻ റേറ്റ് പറഞ്ഞില്ല. ഇത് ഞാൻ ചെറിയ പാക്കാണ് മേടിച്ചത്. ഒരു 50 ഗ്രാമിന്റെ പാക്കേ ഞാൻ മേടിച്ചോളൂ. ബിക്കോസ് അത് യൂസ് ഇല്ലാത്തതുകൊണ്ട് വെറുതെ മേടിച്ചു വെച്ചാൽ അത് കട്ട് ചെയ്യും, അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു 110 ആണ് വരുന്നത് ഇതിന്റെ റേറ്റ്. പക്ഷെ ഞാനിതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂപ്പണിലാണ്, കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അവരുടെ വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ വിട്ടു. വൗച്ചേഴ്സ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എനിക്ക് 2 വൗച്ചേഴ്സ് കിട്ടും. ഒരു 500 എബവ് മേടിക്കുമ്പോഴത്തേക്ക് റിഡീം ചെയ്യാനുള്ള വൗച്ചേഴ്സ് ആണ്. സെപ്പറേറ്റ് ബില്ലിംഗ് ചെയ്താൽ മതി എന്നുള്ളൂ. അപ്പൊ 2 വൗച്ചേഴ്സ് എനിക്കുണ്ട്. സോ ഞാൻ നെക്സ്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന മാമാഅർത്തിന്റെ റോസ്മേരി മീറ്റി വരുന്ന ഷാമ്പൂവും കണ്ടീഷണറും ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ഇപ്പൊ എന്റെ ഡെയിലി റുട്ടീനിൽ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സാധാരണ ഡോവൊക്കെ ആയിരുന്നു, അതാകുമ്പോ പിന്നെ കുറെ കെമിക്കൽസ് ഇതൊക്കെ വരും. ഇതിപ്പോ കെമിക്കൽ ഫ്രീ ആണല്ലോ, പാരബൻ ഫ്രീ ഒക്കെയാണ്. സോ നമ്മൾക്ക് ഹെയറിൽ ഡെയിലി ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാനിത് മേടിച്ചിരിക്കുന്നത്. അതുമല്ല മുടി ഒത്തിരി ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല, അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ കണ്ടീഷണർ വന്നിട്ട് എത്ര ml ഞാൻ പറയാമേ, 250 ml ആണ്. ഇതിന് വന്നിട്ട് റേറ്റ് വന്നിട്ട് 349 ആണ് MRP. ഞാൻ എല്ലാത്തിനും MRP ആണ് പറയുന്നത്, ബിക്കോസ് ഓരോരുത്തടുത്ത് ഓരോ ഡിഫറെന്റ് ഡിസ്കൗണ്ട്സ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡിസ്കൗണ്ട് റേറ്റ് പറയാത്തത്. പിന്നെ ഇത് വന്നിട്ട് 400 ml ആണ് ഷാമ്പു വന്നിട്ട്. ഇത് വന്നിട്ട് 599 ആണ് റേറ്റ്. എനിക്ക് ആക്ച്വലി റേറ്റിലൊന്നുമല്ല കിട്ടിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഓഫറിലാണ്. ഐ മീൻ വൗച്ചേഴ്സിന്റെ ഇത് വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ മൈക്രോ പ്രഷ്യസ് ഐബ്രോ പെൻസിലാണ് വരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഇത് വന്നിട്ടൊരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, ഡാർക്ക് ബ്രൗൺ. ഇത് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്, കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത് വന്നിട്ട് ട്വിസ്റ്റിംഗ് ആണ്. മറ്റേ പെൻസിലുകൾ ഷാർപ്പൺ ചെയ്യുമല്ല, ഷാർപ്പ് ചെയ്തെടുക്കുമല്ല, നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ബാക്കിൽ വന്നിട്ട് ഒരു സ്പൂളി ഉണ്ട്, ഒരു ബ്രഷ്. അത് നമുക്ക് ഐബ്രോസ് നല്ല ബ്രഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഐബ്രോസ് വരയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല കട്ടിക്കിരിക്കും. ഞാൻ പിന്നെ ബ്രൗൺ ഷെയ്ഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണും ബ്ലാക്കിനെക്കാട്ടി കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ബ്രൗൺ ഷെയ്ഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത്.
സ്വിസ് ബ്യൂട്ടി ഞാൻ ആദ്യമായിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ ബ്ലൂ ഹെവൻ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ വേറെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സ്വിസിന്റെ ആദ്യമായിട്ടാണ്. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ റേറ്റ് വന്നിട്ട് ഒരു 329 ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട്. സോ ഇതാണ് നമ്മുടെ വന്നിട്ട് നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത്. ഇനി വരുന്നതാണ് മെയിൻ ഇത്. സോ ഇത് വന്നിട്ട് 3-in-1 ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷൻ ക്രീമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വാം സാൻഡ് എന്ന് പറഞ്ഞിട്ട് 042 അതാണ് നമ്പർ. ഞാൻ ചെറുതാണ് എടുത്തത്. ആക്ച്വലി ഞാൻ ഫൗണ്ടേഷൻ ക്രീംസ് ഒന്നും യൂസ് ചെയ്യാറില്ല. എല്ലാവരും ഇപ്പൊ റിവ്യൂ ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, എനിക്ക് 2 പരിപാടികളുണ്ടായിരുന്നു, അപ്പം ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ചുമ്മാ ഒന്ന് ഇട്ടു നോക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ മിനി ടൈപ്പ് ഉള്ളത് എടുത്തത്. സോ ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് ആയിരിക്കും ഫേസിന് സൂട്ട് ചെയ്യുന്നത്. എനിക്ക് വന്നിട്ട് വാം സാൻഡ് ആണ് സൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു 325 ആണ് വരുന്നത്. എനിക്കത് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടാണ് തോന്നിയത്. ബിക്കോസ് ഇത് എനിക്ക് ഫേസിൽ ഈ കുരു അങ്ങനത്തെ ഒന്നും വന്നില്ല. സാറിന് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വരേണ്ടതാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ആക്ച്വലി ഇത് വന്നിട്ട്, ഈ ഫൗണ്ടേഷൻ ക്രീം വന്നിട്ട്. പിന്നെ അതേപോലെ ഇത് നല്ല ലാസ്റ്റിംഗും ആണ്. ഒരു ഫുൾ ഡേ എനിക്ക് ലാസ്റ്റ് ചെയ്തു ഈ ഫൗണ്ടേഷൻ ക്രീം വന്നിട്ട്. പിന്നെ വന്നിട്ട് ഞാൻ ഫേസസ് കാനഡയുടെ ഒരു കോംഫി സിൽക്ക് ലിക്വിഡ് ലിപ് കളർ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ. ആസ് യൂഷ്വൽ ഞാൻ മെറൂണിന്റെ ഭയങ്കര ഫാനാണ്. സോ ഇതാണ് നമ്മുടെ ഫേസസ് കാനഡയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഞാൻ ഇപ്പം ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇടാറ്. സോ ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇത് സ്മഡ്ജ് ആവൂല. നമ്മള് ചിലതൊക്കെ ലിപ്സ്റ്റിക് ഇടുമ്പോ സ്മഡ്ജ് ആവുമല്ലോ, ഇത് അങ്ങനെയൊന്നുമില്ല. നല്ല ജെന്റിൽ ഒരു ലുക്കായിട്ട് തന്നെ ഇടുന്നത്. ഒരു ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1000, അതായത് 999 ആണ്. അപ്പൊ 1000 റൗണ്ട് ഓഫ് ചെയ്ത് പറയാം. അതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കളർ വന്നിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിരുന്നു കേട്ടോ. അത്ര ഭയങ്കര ഹെവി ആയിട്ട് ലുക്ക് ഒന്നുമില്ല. ഞാൻ പിന്നെ ലൈറ്റ് ആയിട്ട് ഇട്ടുണ്ടോ അറിഞ്ഞൂടാ, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നത്. സോ നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ എൻവൈബിന്റെ പ്രോ സ്റ്റോക്ക് ക്രീം ആണ്. ഇത് ഭയങ്കര ഫേമസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് മറ്റേ കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ പേര് ഇതിന്റെ ഒരു റിവ്യൂ പറഞ്ഞിരുന്നു. ഇത് അത്ര ഹൈലൈറ്റ് ചെയ്തൊന്നും വരുന്നില്ല എന്നുള്ളത്. സോ അതിലേക്ക് ഞാൻ വരാം. സോ ഇത് വന്നിട്ട് 3-in-1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനാണ്. ഞാനിത് ഫസ്റ്റ് ഒരു പ്രൈമർ ആയിട്ടാണ് ഇട്ടത്. പിന്നെ വേണം നമുക്ക് ഹൈലൈറ്റർ ആയിട്ടും ഇടാം. നമുക്ക് അങ്ങനെ 3 രീതിയിൽ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ഒരു മോയ്സ്ചറൈസിങ് കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാം, പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം. അത് പ്രൈമർ എല്ലാവർക്കും അറിയാവുന്ന മിക്കവരും മേക്കപ്സ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ ബിഗിനർ മാത്രമാണ്. സോ ഞാൻ വേറൊരു പ്രൈമർ സെപ്പറേറ്റ് മേടിക്കുന്നതിന് പകരം ഇതാണ് ഫസ്റ്റ് ഇട്ടത് ബേസ് ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇട്ടത്. ഇതാണ് വന്നിട്ട്. ഇത് ഞാൻ ചെറിയ ഒരെണ്ണമാണ് മേടിച്ചത്, ചെറിയൊരു പാക്കാണ് മേടിച്ചത്. ഇത് വന്നിട്ട് 399 ആണ് വരുന്നത് ഇതിന്റെ റേറ്റ്. ഇത് വന്നിട്ട് 30 grams ആണ് വരുന്നത്. ഞാൻ ഇതിന്റെ കളർ എടുത്തിരിക്കുന്നത് പിങ്ക് ആണ്. ഇതിന് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, ലൈക്ക് സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഞാനിത് ആദ്യം ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല പ്രൈമർ ആയിട്ട് ഇട്ടു, സെക്കൻഡ് ഞാൻ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടച്ചപ്പ് ആയിട്ട് നോസിൽ ഒരു ഇത് വരച്ചിട്ടും ചീക്സിലും ഒക്കെ കൂടി ഇട്ടിരുന്നു. ഈവൻ ലിപ്സ്റ്റിക് വരെ ഞാൻ ഐ ഷാഡോ ആയിട്ട് ഇട്ടത് ലിപ്സ്റ്റിക്കും ആണ് ഇട്ടിരിക്കുന്നത്. ഫേസിൽ ബ്ലഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതും നമ്മുടെ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ എനിക്കിത് പുറത്ത് പോയപ്പോ എനിക്ക് അത്യാവശ്യം ഒരു ഗ്ലേസിങ്, ഒരു ഗ്ലാസ് സ്കിന്നിന്റെ ഒരു ലുക്ക് ഒക്കെ വന്നിരുന്നു. പക്ഷെ ചിലവർ പറയുന്നുണ്ടായിരുന്ന റിവ്യൂല് ലൈക്ക് ഇതിന് ഗ്ലാസ് സ്കിന്നിന്റെ ഒന്നും വരുന്നില്ല, ജസ്റ്റ് കൊള്ളില്ല, നോർമൽ ഇതാണ്, വേറെ ഫീൽ ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നി കേട്ടോ, ബിക്കോസ് എനിക്ക് നൈറ്റിലായിരുന്നു പരിപാടി, പാർട്ടി നൈറ്റിലായിരുന്നു. അപ്പൊ അന്നേരത്തേക്ക് ഇട്ടുകൊണ്ട് ഇപ്പം ലൈറ്റ്സ് ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് നല്ല മൂക്കിലായാലും സൈഡിലൊക്കെ ചീക്സിന്റെ എവിടെയാണെങ്കിൽ നല്ല ഗ്ലേസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരേപോലെയാണോ എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന കളർ അനുസരിച്ചിരിക്കും. ഞാൻ അതുകൊണ്ടാണ് പിങ്ക് ഷെയ്ഡ് എടുത്തത്. ഇതിന്റെ സിൽവർ അവൈലബിൾ ഉണ്ടായി, ഗോൾഡും അവൈലബിൾ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത് യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ടാണ് ഞാൻ ചെറിയ പാക്ക് എടുത്തിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഫേസസ് കാനഡയുടെ തന്നെ സെറ്റിംഗ് സ്പ്രേ ഇത് എടുത്തിട്ടുണ്ടായി ഞാൻ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമല്ലോ. പിന്നെ സെറ്റിംഗ് സ്പ്രേയും കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ടൗലോ എന്തെങ്കിലും വെച്ച് വൈപ്പ് ഔട്ട് ചെയ്താലും പോകത്തില്ല. അത് നല്ല ഇതായിട്ട് തന്നെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാനതും ചെക്ക് ചെയ്ത് നോക്കിയതാണ്. സോ എനിക്ക് സെറ്റിംഗ് സ്പ്രേയും നല്ല ഒരു റിവ്യൂ ആയിട്ടാണ് തോന്നിയത്. അപ്പൊ ഇത് വന്നിട്ട് സെറ്റിംഗ് സ്പ്രേ വരുന്നത്. ഞാൻ കുനിയുന്നുണ്ട്.
ഇതിന്റെ റേറ്റ് വന്നിട്ട് 649 ആണ് വരുന്നത് സെറ്റിംഗ് സ്പ്രേയുടേത്. ഞാൻ സെറ്റിംഗ് സ്പ്രേ എങ്ങനെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ച് ടാപ്പ് ചെയ്തായിരുന്നു ഫേസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രൈമറായിട്ട് NYBന്റേത് ക്രീം അത് ഇട്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൗണ്ടേഷനും NYBന്റെ ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഒന്നും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. സോ എനിക്കത് ഞാൻ മോർണിംഗിൽ ഇട്ടിട്ട് നൈറ്റ് വരെ അതിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ വൈറ്റ് വെച്ചിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പൊ ഇതായിരുന്നു എന്റെ റിവ്യൂ. എനിക്ക് പക്ഷെ ഇത് നല്ല വേർത്തായിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞ ഈ NYBന്റേത് എനിക്ക് നല്ല ഒരു ഇതായിട്ട് തോന്നി. ഇത് നമുക്ക് ജസ്റ്റ് നോർമല് നമ്മൾ പുറത്ത് പോകുമ്പോഴും ഇട്ടുകൊണ്ട് പോവാം, ഒരു ഗ്ലേസിങ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ച് നല്ലൊരു റിവ്യൂ ആണുള്ളത്. ഓൾ അറൗണ്ട് നമ്മുടെ ഫേസസ് കാനഡയുടെ പ്രൊഡക്ട്സ് ഒക്കെ അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ. പ്രത്യേകിച്ച് ഈ ബിഗിനേഴ്സിന് പറ്റുന്ന ഞാൻ മറ്റേ എന്താ പറയാ സ്പോഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ ഒന്നും യൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ ക്രീമും മേക്കപ്പും ചെയ്തത് ജസ്റ്റ് എന്റെ ഹാൻഡ് വെച്ചിട്ട് തന്നെ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് അവിടെ എവിടെയൊക്കെ ടാപ്പ് ചെയ്ത് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ എന്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ അത് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഇടുന്നുണ്ട് എങ്ങനെയായിരിക്കും എന്റെ ഫേസ് എന്നുള്ളത്. സോ ഇതൊക്കെയായിരുന്നു എന്റെ പ്രൊഡക്ട്സ് മേടിച്ചത്. സോ ഞാൻ ഇതിന്റെ ലിങ്ക്സും കാര്യങ്ങളും ഇട്ടേക്കാം. നമുക്ക് ഓൺലൈൻ പർച്ചേസും ഉണ്ട്. ഇവിടെ കൊച്ചിയിലുള്ളവർക്കാണെങ്കിൽ നേരിട്ട് പേർപ്പിളിലും പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. So see you in next video. Bye.